മട്ടുപ്പാവിൽ നിരുപമ വിസ്മയം തീർത്തുവെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ വിജയമാതൃകയുടെ മറ്റൊരു നിരുപമയാണ് കടമനിട്ട ഗവൺമെന്റ് HSലെ അധ്യാപികയായ പ്രിയ. മണ്ണിനെ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രിയ തന്റെ അധ്യാപന ജീവിതത്തോടൊപ്പം കൃഷിക്കായും സമയം കണ്ടെത്തുന്നു. ചേമ്പ്, ചേന, പയർ, വെണ്ട, വഴുതന, പാവൽ, പടവലം, ഉണ്ടമുളക്, ബജ്ജിമുളക് അടക്കം 5 ഇനം മുളകുകളും എന്തിനേറെ പറയുന്നു. തണുപ്പൻ കാലാവസ്ഥയിൽ മാത്രം വളരുന്ന ബ്രൊക്കോളി വരെ പ്രിയ ടീച്ചറുടെ മട്ടുപ്പാവ് കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുന്നു. ഞങ്ങള് 9 വർഷമായി ഇവിടെ ഈ വീട് വെച്ചിട്ട് അന്ന് തൊട്ട് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മള് ഈ വെളിയിലായിരുന്നു, മട്ടുപ്പാവിലല്ലായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഇവിടെ മരങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഇതെല്ലാം മരങ്ങളെല്ലാം വെട്ടിയതിനു ശേഷമാണ് ഇവിടെ വീട് വെച്ചത്. അപ്പൊ 2 വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ മരങ്ങളെല്ലാം കളന്നപ്പോൾ ഈ പച്ചക്കറി തണലായിപ്പോയി. അപ്പൊ ചൂടലിൽ പച്ചക്കറി കൂടുതലായിട്ട് ഉണ്ടാക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് മട്ടുപ്പാവ് ചൂസ് ചെയ്തത്. അപ്പൊ 7 വർഷമായി നമ്മൾ മട്ടുപ്പാവ് ചൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇടയ്ക്ക് ഗ്യാപ്പൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ വിളകളാണ് കൃഷി ചെയ്തു വരുന്നത്. ഇപ്പൊ മഴക്കാലം ആയത് കാരണം ഒരു വിളവെടുപ്പ് കഴിഞ്ഞ കാരണം കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മള് കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളി അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇനിയും ചെയ്യുന്നത്. നല്ല രീതിയിൽ പോകുന്നത്. എനിക്ക് തോന്നുന്നു താഴെ നമ്മളെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിലും നല്ലത് മേലിൽ കൃഷി ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ കീടങ്ങൾ കുറവാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതേ ഉള്ളൂ, രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കണം. ഈ ഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല. പക്ഷെ ഇത് ശ്രദ്ധയും പരിചരണവും കൃത്യമായിട്ട് നൽകിയാല് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ മിക്ക വീടുകൾക്ക് മട്ടുപ്പാവുണ്ട്, അവർക്കെല്ലാം ഇതൊരു കൃഷി ചെയ്യാൻ പറ്റുന്നതല്ലേ? അവർക്കെല്ലാം ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുന്ന, പക്ഷെ ആരും അതിനകത്തോട്ട് വരുന്നില്ല. പലരും ഞാൻ മിക്കവാറും സ്റ്റാറ്റസ് ഇടും എന്റെ ഈ പച്ചക്കറികളായിടുന്നത്. അപ്പൊ കാണുമ്പോ എല്ലാരും വിളിച്ചിട്ട് പറയും, ടീച്ചറെ നല്ലതാ, ഞങ്ങളും ചെയ്യാൻ പോവാന്ന് പറയും. പക്ഷെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ. ഒരു ദിവസം ആവശ്യത്തിന് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് പറ്റത്തില്ല. ഞാൻ എത്ര രാത്രി ആയാലും വന്നാൽ ഇവിടെ കയറി ഇതിന്റെ പരിചരണം കഴിഞ്ഞിട്ടേ ഞാൻ പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് എന്നും ഇങ്ങനെ നിൽക്കുന്നത്. ഒരു ദിവസം ടീച്ചർക്ക് എത്ര സമയം ചിലവഴിക്കേണ്ടി വരും? ഞാൻ കൂടുതലും ചെലവഴിക്കുന്ന വൈകിട്ട്. രാവിലെ ജസ്റ്റ് ഒന്ന് കയറി നോക്കി എല്ലാം പോകത്തേ ഉള്ളൂ. വൈകിട്ട് ഒരു 5:30 എപ്പോ വന്നാലും എനിക്കൊന്ന് 1.25 മണിക്കൂറോളം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യും. അതെനിക്ക് മനസ്സിനും ഒരു സന്തോഷമാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു റിലാക്സ് ആണ്. പിന്നെ ഇവിടെ ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ഒഴിക്കാനും വളവിടാനും ഒക്കെ അന്നേരം നല്ല. ചെറുപ്പത്തിലെ കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു? ചെറുപ്പത്തിലെ കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പൊ 9 വർഷം ആയതേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് സജീവമായിട്ട്. സ്കൂളിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. 2 സ്കൂളിലും, ഞാൻ പോകുന്ന 2 സ്കൂളിലും നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് കൃഷി സംബന്ധിക്കുന്ന. കഴിഞ്ഞ മുമ്പത്തെ വർഷം കടമനിട്ട സ്കൂളിന് നമ്മുടെ സംസ്ഥാന അവാർഡ് വരെ കിട്ടിയതാണ് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിയത്. സ്കൂളുകളിലെ കുട്ടികൾക്കും ടീച്ചർ ഈ അറിവ് പകർന്നു കൊടുക്കുന്നുണ്ട്? സ്കൂളുകളിലെ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്, എന്റെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. അവരുടെ വീട്ടിലും കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ കുട്ടികളാണ് 3 വർഷമായിട്ട് ഉജ്ജ്വല ബാല്യ പുരസ്കാരം നേടുന്നത്. ആ കുട്ടികളുടെ ഒരു മേഖല എപ്പോഴും കൃഷിയായിരിക്കും. ഈ 3 പേരുടെയും ഒരു മേഖല കൃഷിയായിരുന്നു. പ്രിയ ടീച്ചർക്ക് ഇതൊരു വരുമാനമല്ല, മണ്ണിനോടും കൃഷിയോടുമുള്ള ഇഷ്ടം മാത്രമാണ്. കാലാവസ്ഥയനുസരിച്ചാണ് ടീച്ചറുടെ ഓരോ കൃഷി പരീക്ഷണങ്ങളും. അയിരൂർ മൂക്കന്നൂർ കോയിക്കൽ വീടിന്റെ മട്ടുപ്പാവിൽ വെറും 900 ചതുരശ്ര അടിയിലാണ് ടീച്ചർ തന്റെ പച്ചക്കറിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. കൃഷി ചെയ്യാൻ ഇടമില്ലെന്ന് ആലോചിച്ച് വിഷമിക്കുന്നവർക്ക് ടീച്ചർ ഒരു വഴികാട്ടിയാണ്, മികച്ച മാതൃക. കൃഷിക്കായി പുറത്തുനിന്നുള്ള വളം വാങ്ങുന്നതിനേക്കാൾ ടീച്ചർക്ക് പ്രിയം ജൈവവളമാണ്. ബയോഗ്യാസ് സ്ലറി, ചാണകം, മുട്ടത്തോട്, പച്ചക്കറി മാലിന്യം എന്നിവയൊക്കെയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. മനസ്സുണ്ടെങ്കിൽ മട്ടുപ്പാവിലും പൊന്നുവിളയും.